ഹരിയാനയിൽ 47 സീറ്റുകൾ ബഹുദൂരം കോൺഗ്രസിനെ പിന്നിലാക്കി BJP മുന്നിൽ. ആകെ സീറ്റുകൾ 90, BJP 47, കോൺഗ്രസ് 47-40. JJP ഒന്നുമില്ല. എന്റെ അത്ഭുതം അതല്ല, ഈ JJPക്കും INLDക്കും ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ BJP 47 സീറ്റിൽ എങ്ങനെ ലീഡ് ചെയ്യുന്നു? കാരണം ഈ പറയുന്ന കർഷക രോഷത്തിന്റെ വോട്ടും ആ വോട്ടും ഈ വോട്ടും എല്ലാം കൂടെ കോൺഗ്രസ് പിടിക്കുന്ന നമ്മൾ കരുതി. അപ്പൊ അത് പിടിക്കാൻ വേണ്ടി നിർത്തിയ JJP INLD ഒന്നും പിടിച്ചിട്ടുമില്ല. BJP 47 എടുത്ത് ലീഡ് ചെയ്യുന്നത് എന്ത് കളിയാണ്? ഹരിയാനയിൽ അന്യായ ട്വിസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ എക്സിറ്റ് പോൾ ആരും ഇത് പറഞ്ഞിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എക്സിറ്റ് പോളുകൾ അടപടലം കടപൊഴുന്ന എക്സിറ്റ് പോൾ ആണോ BJP ആണോ കോൺഗ്രസ് ആണോ? എക്സിറ്റ് പോളിന് 10 പൈസ വെക്കത്തില്ല. എക്സിറ്റ് പോളുകാരൻ പോയ വഴിക്ക് പോച്ച പോലും കാണത്തില്ല. ഒട്ടുമിക്ക എല്ലാ എക്സിറ്റ് പോളും അവിടെ കോൺഗ്രസിന്റെ വലിയ മുന്നേറ്റം പ്രവചിച്ചതാണ്. എന്തായാലും ഇപ്പോൾ BJP 47ലേക്ക് ഉയരുന്നു. കോൺഗ്രസ് BJP 40-47 അത് തന്നെ എന്താണ് BJP 47, കോൺഗ്രസ് 40. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ ഒരു ഘട്ടമുണ്ടായി. വോട്ടെണ്ണൽ തുടങ്ങി 10 മണിക്കൂർ 2 ആകുമ്പോഴേക്കും JJPക്കും INLDക്കും ഒരു സീറ്റ് പോലും ഇല്ലാതാകുന്നു. അവിടെ കോൺഗ്രസ് BJP ഡയറക്റ്റ് ഫൈറ്റിലെ കാര്യങ്ങൾ വരുന്നു. ആ ഡയറക്റ്റ് ഫൈറ്റിൽ BJPക്ക് മുൻതൂക്കം ഉണ്ടാകുന്നു. ഹരിയാനയിൽ ഒരിക്കൽ കൂടി അവിടെ 3ാം തവണയും ഭരണം പിടിച്ച് ചരിത്രം ആവർത്തിക്കുമോ എന്നുള്ള കാര്യം ഹരിയാനയിൽ നോക്കേണ്ടിയിരിക്കുന്നു. 3ാം തവണയും ഭരണം പിടിച്ച് ചരിത്രം ആവർത്തിക്കുമോ അല്ലെങ്കിൽ ചരിത്രം കുറിക്കുമോ BJP? തൃത്വം അല്ലെങ്കിൽ 3 തവണ അടുപ്പിച്ച് ഭരണം പിടിക്കുന്ന പാർട്ടി ഹരിയാനയിൽ BJP മാറുമോ എന്ന സംശയം ഉണ്ടാകുന്നു. 40-47 എന്ന് പറയുന്നത് അത് കേവല ഭൂരിപക്ഷത്തിന് ഒരു സീറ്റ് പോലാണ്. ഒരു വാർത്ത, ഒരു ഫ്ലാഷ് ന്യൂസ്. കുൽഗാമിൽ നമ്മുടെ തരിഗാമി നമ്മുടെ കനൽ 743 വോട്ടുകൾക്ക് മുന്നിലാണ്. 2 റൗണ്ട് വോട്ട് എണ്ണിക്കഴിഞ്ഞു. അപ്പൊ 743 വോട്ടുകൾക്ക് നമ്മുടെ കനൽ തരിഗാമി 743 വോട്ടുകൾക്ക് മുന്നിലാണ്. തരിഗാമി. അപ്പൊ ഈ തരിയെല്ലാം പോയി. ഹരിയാനയില് 39 കോൺഗ്രസ് താഴെയാണ്. 39 കോൺഗ്രസ് താഴെ. BJP 48ലേക്ക് വരുന്നുണ്ടോ? അവിടെ എന്ത് സംഭവിക്കുന്നു? ഭയങ്കര മാജിക്, വലിയ ട്വിസ്റ്റ്. ഹരിയാനയിൽ BJPക്ക് വമ്പൻ ലീഡ്. വോട്ടോ ഫിനിഷ് അല്ല, വമ്പൻ ലീഡ് എന്ന് പറഞ്ഞാൽ വലിയ ലീഡാണ്. 9:15 ഞാൻ നേരത്തെ പറഞ്ഞ ഇങ്ങനെയാണെങ്കിൽ ഒന്നും സംഭവിക്കാനില്ല, എല്ലാം ക്ലിയർ ആയെന്ന് പറഞ്ഞെടുത്തു എന്നാണ്. 10 മണി ആയപ്പോഴേക്ക് കാര്യങ്ങൾ തലകുത്തി മറിഞ്ഞു. ആരാണ് കുത്തിയത്? ആരാണ് തല? 8 മണി 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും കോൺഗ്രസ് 39, BJP 47, മറ്റുള്ളവർ വട്ടപൂജ്യമാണെങ്കിൽ ഒരു 4 ആണെങ്കിൽ ഇത് ഈ 2 മണിക്കൂർ ശേഷം വരുന്ന ഇത് റിയലി വറിയിങ് ഫോർ കോൺഗ്രസ് പാർട്ടി. ഇപ്പോൾ വരുന്ന റിസൾട്ട് കോൺഗ്രസിന് ആശങ്ക ഉണ്ടാക്കുന്ന റിസൾട്ട് തന്നെയാണ്. ഒരു സംശയം, ഒരു തർക്കമാക്കാര്യത്തിലില്ല. ഇനിയിപ്പോൾ തിരിച്ചുപിടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നറിയില്ല. ഒരുപക്ഷെ നഗരമേഖലകൾ എണ്ണി തുടങ്ങുമ്പോഴാണ് BJPക്ക് വലിയ നേട്ടം ഉണ്ടാവുന്നതെന്ന് പറയുമ്പോൾ കർണാലും ഗുഡ്ഗാവും അടക്കമുള്ള മേഖലകൾ എണ്ണി തുടങ്ങുമ്പോഴേക്കും ഒരുപക്ഷെ BJPക്ക് നേട്ടം ഉണ്ടായിട്ടുണ്ടാവാം. അതിൽ ഈ പറഞ്ഞ ഈ കർഷക രോഷം അതൊക്കെ വോട്ടായി മാറിയിട്ടില്ലേ? അതൊക്കെ ഈ ദംഗൽ, ഈ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധമൊന്നും വോട്ടായി മാറിയിട്ടില്ലേ? അതോ ഈ സൈനിയെ കൊണ്ടുവന്ന് BJP നടത്തിയ ഈ 2 മാസം നീണ്ട പരീക്ഷണം 46-40ലേക്ക് എന്റെ ലോക്കൽ പറയുന്നു BJP 46ലേക്ക് കുതിക്കുന്നു. കോൺഗ്രസ് 40-ലേക്ക്. എന്റെ ലോക്കൽ ഇഞ്ചോടിഞ്ച് ആണ്. 46 മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുന്നു. എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് കോൺഗ്രസിന്റെ 36ലേക്കൊക്കെ വരുന്നു എന്നുള്ളത്. അതായത് കോൺഗ്രസ് താഴോട്ട് പോകുന്നു, BJP കയറുന്നു. ഏത് നിമിഷവും ലോക്കല് പറയുന്നുണ്ടോ? എന്റെ ലോക്കലെ, ഹരിയാന ലോക്കലെ, വിജയകുമാറിന്റെ ലോക്കലെ നിങ്ങൾ എന്ത് പറയുന്നു എന്ന് പറയുക. ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ BJP ഹരിയാനയിൽ 47, അതായത് കോൺഗ്രസ് 37, BJP 46. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.